ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് പുതിയ ഉപഭോക്തൃ സൗഹൃദ വെബ്സൈറ്റ്. കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലെ 5ാം സെമസ്റ്റർ ബിടെക് വിദ്യാർത്ഥികളാണ് മെട്രോ വെബ്സൈറ്റ് നിർമ്മാണത്തിന് പിന്നിൽ. 10 വർഷം പഴക്കമുള്ള മെട്രോയുടെ നിലവിലെ വെബ്സൈറ്റ് ഉപയോക്തൃ സൗഹൃദമായിരുന്നില്ല. മെട്രോ ട്രെയിനുകൾക്ക് മാത്രമായി നിർമ്മിച്ചതായിരുന്നു അത്. എന്നാൽ ഇന്ന് മെട്രോ, വാട്ടർ മെട്രോ, ഫീഡർ ബസ്സുകൾ, ഇ ഓട്ടോകൾ, സൈക്കിൾ ഷെയറിംഗ് പദ്ധതികൾ എന്നിവ കൂടി ഉൾക്കൊള്ളുന്ന വലിയ സംവിധാനമായി വളർന്നു കഴിഞ്ഞു. ഈ മാറ്റങ്ങൾ പുതിയ വെബ്സൈറ്റിൽ പ്രതിഫലിക്കും. ടിക്കറ്റ് ബുക്കിംഗ്, സ്റ്റേഷനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, സൗകര്യങ്ങൾ, സമീപത്തുള്ള സ്ഥലങ്ങൾ എന്നിവ എളുപ്പത്തിൽ അറിയാം. ട്രെയിനുകളുടെ തത്സമയ വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കും. ഇതിനായി ലൈവ് ട്രാക്കിംഗ് സംവിധാനമുണ്ട്. യാത്രയ്ക്കൊപ്പം തൊഴിലവസരങ്ങൾ, ബിസിനസ് വിവരങ്ങൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേകം വിഭാഗവുമുണ്ട്. കൊച്ചി മെട്രോയെ ആഗോളതലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ കാർബൺ ഫുട് പ്രിന്റ് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യവും വൈകാതെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്യാപ്ച വേരിഫിക്കേഷന്റെ പേരിൽ പുതിയ സൈബർ തട്ടിപ്പ്. ക്ലിക്ക് ഫിക്സ് എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പിനെതിരെ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. വ്യാജ ക്യാപ്ച പരിശോധനയിലൂടെ ഉപയോക്താക്കൾക്ക് കമാൻഡുകൾ പ്രവർത്തിപ്പിച്ച് പാസ്വേഡുകളും മറ്റ് സുപ്രധാന വിവരങ്ങളും തട്ടിയെടുക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. വെബ്സൈറ്റുകളിൽ ക്യാപ്ച വെരിഫിക്കേഷൻ കാണുമ്പോൾ ഇനി സൂക്ഷിക്കണം. ക്ലിക്ക് ഫിക്സ് എന്ന പേരിൽ പുതിയ സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സാധാരണ ക്യാപ്ച പരിശോധനയ്ക്ക് ശേഷം ഉപയോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു ഡയലോഗ് ബോക്സ് പ്രദർശിപ്പിക്കും. ഇതിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് പവർ ഷെൽ, കമാൻഡ് പ്രോംപ്റ്റ് തുടങ്ങിയവയിൽ കമാൻഡുകൾ പ്രവർത്തിപ്പിക്കുകയോ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്താൽ സിസ്റ്റത്തിൽ മാൽവെയർ കയറാം. തുടർന്ന് ഓൺലൈൻ ബാങ്കിംഗ്, ഇമെയിൽ, ബ്രൗസറിൽ സേവ് ചെയ്ത സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട്. അക്കൗണ്ടുകൾ ലോക്ക് ചെയ്ത് പണം ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഓർമ്മിക്കുക, ക്യാപ്ച പൂർത്തിയാക്കാൻ ഒരു അംഗീകൃത വെബ്സൈറ്റും കമാൻഡ് പ്രവർത്തിപ്പിക്കാനോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനോ ആവശ്യപ്പെടില്ല. സംശയം തോന്നിയാൽ ഉടൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുക. ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈനിൽ ഉടൻ ബന്ധപ്പെടണമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.